ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മനുഷ്യനാകുന്ന അത്യത്ഭുതകരമായ ജീവി വെറുതെ പടച്ചതല്ല. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഭയങ്കര ചോദ്യമാണ്. മനസ്സൂർന്ന് കേട്ടോ, പടച്ചോൻ ചോദിക്കുന്നുണ്ട്, അഫഹസ്ബതും അന്നമാ ഖലഖനാകും അബസാ. പകലുകൾ മാറ്റമില്ലാതെ, വ്യത്യാസമില്ലാതെ പാതിരയോളം ടറഫിൽ കളിച്ചു തീർക്കുന്ന യൗവനമുണ്ടല്ലോ. പ്രഭാത സമയത്ത് 5 മിനിറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമില്ലാത്ത ചെറുപ്പക്കാരനും അവന്റെ ട്രാക്ക് ഷൂട്ട് ഇട്ടുകൊണ്ട്, അതുപോലെ ടൈറ്റ് ഫിറ്റ് ആകുന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ ജിംനേഷ്യത്തിലേക്ക് പോവുകയാണ്. അവന്റെ ഓരോ പാർട്സുകൾക്ക് വേണ്ടിയിട്ട് അവൻ പല നിലക്കുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, പല നിലക്കുള്ള ടെമ്പിൾസുകൾ ഉപയോഗിച്ചുകൊണ്ട്, പല നിലക്കുള്ള മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ഓരോ പാർട്ടുകളും, അവന്റെ ട്രൈസെപ്സും ബൈസെപ്സും ഫോറാമും വിങ്സും ചെസ്റ്റും കപ്പ് ആൻഡ് ഷോൾഡറും അവന്റെ ആംസും അവന്റെ ഓരോ പാട്ടുകൾക്കും വേണ്ടി പരമാവധി അവൻ വിയർപ്പെടുക്കിയിട്ട് അധ്വാനിക്കുമ്പോൾ 5 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത് രണ്ടാമത്തെ റക്അത്തിൽ അല്ലാഹുവേ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ അഫൈത്. ഞാൻ ജിംനേഷ്യത്തിൽ പോകണ്ടെന്ന് അഭിപ്രായം പറയുന്ന ആളല്ല, പോകണം എന്ന് പറയുന്ന ആളാണ്. നല്ല ആരോഗ്യ സംരക്ഷണം ഉണ്ടാകണമെന്ന് പറയുന്ന ആളാണ്. ഉറങ്ങി തൂങ്ങിയിരുന്നാൻ പറ്റൂല. നല്ല രക്തചംക്രമണം ഉണ്ടാകുന്ന, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്ന ശരീരം ഉണ്ടാവണം, നല്ല ബോഡി ഉണ്ടാവണം, നല്ല ഉഷാറുണ്ടാവണം. എങ്കിലേ അവന് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ, എങ്കിലേ അവന് സാന്ത്വന പ്രവർത്തനങ്ങളിൽ മുൻനിര പോരാളിയാകാൻ പറ്റൂ, എങ്കിലേ അവന് പ്രിയപ്പെട്ട പ്രവർത്തകരെ യൂണിറ്റിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് അവന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ, 4 മക്കൾ മങ്കടയിൽ മരണപ്പെട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആ വ്യൂ പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ ഖബറിലേക്കുള്ള നൃത്തമാണെന്ന് ആ പൊന്നുമക്കൾ അറിഞ്ഞില്ല. സൗഹാർദ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന് ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോഴും ഇടതടവില്ലാതെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഖബറിന്റെ പരിസരത്ത്, 4 ഖബറിന്റെ പരിസരത്തും ആ പ്രിയപ്പെട്ട മക്കൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? മങ്കടയിൽ മരിച്ചുപോയ പ്രിയപ്പെട്ട മക്കൾ, ആ പ്രിയപ്പെട്ട മക്കളുടെ കൂട്ടുകാർ, നല്ലൊരു സൗഹാർദ്ദം സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ടച്ച് ഉണ്ടായതുകൊണ്ട് ആ കൂട്ടുകാർ 24 മണിക്കൂറും കുടുംബത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാറി 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 ഷിഫ്റ്റ് വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും, അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. എന്റെ കുടുംബത്തില് 3-4 ദിവസത്തിന് മുമ്പ് എന്റെ മൂത്താപ്പ മരണപ്പെട്ടു പോയി. മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയോ, ആ മൂത്താപ്പയുടെ ഖബറ് 14 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ യുവാവാകുന്ന അലി അക്ബർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ഖബറിലായിരുന്നു ആ മൂത്താപ്പയുടെ ഖബർ. ആ ഖബർ അവിടെയാണ് കുഴിച്ചത്. 14 വർഷത്തിന് മുമ്പ് പോയ മകൻ മരിച്ചുപോയ ഖബറിൽ. നമ്മൾ സാധാരണ വാപ്പ മരിച്ച ഖബറിൽ അടക്കാൻ പറയും, വല്ലിപ്പ മരിച്ച ഖബറ ഇവിടെ എടുക്കാൻ പറയും. അങ്ങനൊന്നുമല്ല. അത് മാത്രല്ല, മക്കള് മരിച്ച ഖബറിലും വാപ്പമാരെ അടക്കുന്ന രംഗങ്ങളുണ്ട്. ഞാൻ ഓർത്തുപോകുന്നു, 14 വർഷത്തിനു മുമ്പ് എന്റെ സഹോദരനായ അലി അക്ബർ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്ത് വീട്ടിന്റെ ഹാളിൽ കൊണ്ടുവച്ചപ്പോൾ രംഗമുണ്ടായി. അവിടെയുള്ള ആളുകളൊക്കെ പൊട്ടിക്കരഞ്ഞുപോയി. എന്താ കാരണമെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വാപ്പ പോവുകയാണ്. പ്രിയപ്പെട്ട വാപ്പ ഇനി പരലോകത്തിലാണ് കാണാൻ പറ്റുക. ആ ചോരക്കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ടുവച്ച് മയ്യത്തിന്റെ അടുക്കലേക്കൊന്ന് കൊണ്ടുവച്ച് രംഗമുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളൊക്കെ പൊട്ടിക്കരഞ്ഞുപോയി. ഒന്നും അറിയാതെ കാലും കൈയും ചലിപ്പിക്കുന്ന ആ കുഞ്ഞിനെ കണ്ട ആളുകൾ കരഞ്ഞുപോയി. ആഗ്രഹം കൊണ്ട്, തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ആഗ്രഹം കൊണ്ട് ആ പ്രിയപ്പെട്ട ചോരക്കുഞ്ഞിനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുത്ത് കൊണ്ടുപോയി മയ്യത്തെടുക്കുന്നതിന് മുമ്പ് ചേർത്തൊന്ന് കിടത്തണമെന്ന് പറഞ്ഞതിന്റെ പേരില് ആ ചോരക്കുഞ്ഞിനെ ആ മയ്യത്തിന്റെ പരിസരത്തൊണ്ട് കൊണ്ട് കിടത്തി. എന്നിട്ടാണ് ആ മയ്യത്തെടുത്തത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഒറ്റ ജീവിതമുള്ളൂ. അടിച്ചു പൊളിച്ച്, അരങ്ങ് തകർത്ത്, തല്ലി തകർത്ത്, വെല്ലുവിളിച്ച്, അല്ലേ? ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. ലജ്ജ നഷ്ടപ്പെട്ടു പോയ കാലമാണ്. സ്റ്റോപ്പിൽ നിർത്തിയില്ലെങ്കിൽ എന്തിനാ ബേജാർ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, ഓട്ടോ വിളിച്ചു വരണം.
എന്തിനാണ് ജില്ല തട്ടിപ്പൊട്ടിക്കുന്നത്? ആരെയാണ് പറയുക? ഇത് സമുദായത്തിന്റെ വേഷവും ധരിച്ച് ആരെയാണ് വെല്ലുവിളിക്കുക? പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഏതാ? തൊലിവെളുപ്പാണോ? അല്ല, ലജ്ജയാണ്. പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അത് ആണുങ്ങൾക്ക് പറ്റൂല. ആണ് പെണ്ണിനെ പോലെ ലജ്ജിച്ചാൽ അവനെ വിളിക്കുന്നത് വേറെ പേരാണ്. മനസ്സിലാവുന്നുണ്ടോ? ആണ് പെണ്ണിനെ പോലെ ലജ്ജിക്കുന്ന രൂപത്തിലായാൽ അവനെ വിളിക്കുന്ന പേര് വേറെയാണ്. അത് പെണ്ണിന് അല്ലാഹു തആല കൊടുത്ത തൗഫീഖാണ് ഈ ലജ്ജ. ആണ് ലജ്ജിക്കുകയാണ് പെണ്ണിന്റെ സ്വഭാവങ്ങൾ അകാലമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. സ്റ്റോപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്റ്റോപ്പിൽ നിർത്തിയില്ല, ആയിക്കോട്ടെ, അവിടെ പ്രശ്നം ഉണ്ടാക്കണോ, കോലാഹലം ഉണ്ടാക്കണോ, ഈ സമുദായത്തെ വലിച്ചു കീറണോ, ആക്ഷേപങ്ങൾ പറയണോ? എന്തെല്ലാം മ്ലേച്ഛമായ കമന്റുകളാണ് ആ വീഡിയോയുടെ താഴെ പല ആളുകളും വന്ന് പറഞ്ഞിട്ടുള്ളത്. ആരെയാ പറയുന്നത്? ഈ സമുദായത്തെ അല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അച്ചടക്കമുള്ളവരാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ആയുസ്, നമ്മുടെ ഈ സൃഷ്ടിപ്പ് ഒരു മഹാത്ഭുതമാണ്. അല്ലാഹു തആല പറഞ്ഞത് വെറുതെ അല്ല. വഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. മരണം വരെ ലോകം സംസാരിക്കുമ്പോൾ അതിനുശേഷമുള്ള കാര്യം പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവരുടെ ജീവിതം തുടങ്ങുന്നത് മരണത്തോടു കൂടിയാണ്. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. നൈമിഷികമായ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം, അല്ലെങ്കിൽ ദുഃഖം മാത്രം, അല്ലെങ്കിൽ സുഖം മാത്രം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ ഒരിക്കലും അതിന് സ്ഥായി ഭാവമില്ല. നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഒരു സന്തോഷത്തിനും സ്ഥായി ഭാവമില്ല, ഒരു ദുഃഖത്തിനും സ്ഥായി ഭാവമില്ല, ഒരു പണത്തിനും സ്ഥായി ഭാവമില്ല, ഒരു അധികാരത്തിനും സ്ഥായി ഭാവമില്ല, ഒരു സൗന്ദര്യത്തിനും സ്ഥായി ഭാവമില്ല, ഒരു ആരോഗ്യത്തിനും സ്ഥായി ഭാവമില്ല, ഒരു രോഗത്തിനും സ്ഥായി ഭാവമില്ല. ഒന്നിനുമില്ല. അടുത്തത് മാറുക. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. കണ്ടറിഞ്ഞവരാണ് ഖാദിറുൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ പവറുള്ളവരാ. ഒന്ന് കണ്ടാ മതി, അവരെ ഒന്ന് കണ്ടാ മതി, കണ്ണുകൊണ്ടൊന്ന് കണ്ടാ മതി, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു വലിയ ഈമാനോടെ കണ്ടാൽ ആ കണ്ണുകൾക്ക് പവറുണ്ട് എന്നാണ്. അൽ മുസ്തത്റഫ് ഫീ കുല്ലി ഫന്നിൻ മുസ്തദറഫ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിന്റെ സംഭവം കാണാം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി, അബൂ യസീദുൽ ബിസ്താമി, പടച്ചവനെ, ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഒരു തർദിയത്ത് ചൊല്ലിയാൽ എന്തായിരിക്കും സദസ്സിന്റെ ഒരു ബറക്കത്ത്? നമുക്ക് കാണാൻ പറ്റാത്ത, ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തൊരു ബറക്കത്ത്. ചില ആളുകള്, യുക്തിവാദികൾ പറയും സദസ്സിൽ മലക്കുണ്ടല്ലേ, അവിടെ മലക്കുണ്ട്. എവിടെ മലക്ക്? അവരോട് തിരിച്ചു ചോദിക്കാനൊരു കാര്യമുണ്ട്. അവരോട് തിരിച്ചു ചോദിക്കാനൊരു കാര്യമുണ്ട്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വ്യാസമുള്ള, വ്യാപ്തിയുള്ള ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ വ്യാപ്തിയാ പറഞ്ഞത്. ഇപ്പൊ അതിനേക്കാളും കൂടിയിട്ടുണ്ട്. കുറച്ചു നാൾ മുമ്പ് ഒരു അപ്ഡേഷനാണ്. 2 ദിവസം മുമ്പ് ഞാനൊരു ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടൊരു ടെക്സ്റ്റിന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തു. അത് വാട്സാപ്പിൽ കണക്ട് ചെയ്ത് അതിന്റെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് അതിലൊരു ലിങ്കിലേക്ക് കയറിയപ്പോൾ എന്തായിരുന്നാലും അതിന്റെ ഓർഡർ തന്നെ, ആ ടെക്സ്റ്റ് എഴുതിയ ആള് തന്നെ എന്നെ വിളിച്ചു. പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഞങ്ങൾ ഇങ്ങനെ കുറെ സംസാരിച്ചു. അപ്പൊ ബുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പുള്ള കാര്യം പറഞ്ഞല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു 93 ബില്യൺ ഒക്കെ കഴിഞ്ഞു, അതിനേക്കാൾ ഇപ്പൊ വ്യാപ്തിയായിട്ടുണ്ട്. എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി 93 ബില്യൺ പ്രകാശവർഷം, അത് വിശദീകരിക്കണമല്ലോ. അരമണിക്കൂർ കുറഞ്ഞതെടുക്കും. എന്താണ് ഈ പറഞ്ഞത്? ഈ 93 ബില്യൺ പ്രകാശവർഷം ലൈറ്റ് ഇയേഴ്സ് വ്യാപ്തിയുള്ള പ്രപഞ്ചം, അല്ലെ അതിനപ്പുറത്തുള്ള പ്രപഞ്ചം, മൾട്ടി യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പല തിയറിയുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയും പ്രവിശാലമായ പ്രപഞ്ചം, എന്റെ പ്രിയപ്പെട്ടവരെ, സോളാർ സിസ്റ്റത്തിലെ വളരെ ചെറിയൊരു ഗ്രഹമായ ഭൂമിയിൽ എവിടെയോ ഒരു ചെറിയ തുരത്തിൽ, എവിടെയോ ഒരു ഏരിയയിൽ ജീവിക്കുന്ന നമ്മൾ, സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ, മിൽക്കി വേ ഗാലക്സിയുടെ വലിപ്പം അറിയുമോ? തൊട്ടടുത്ത ഗാലക്സിയായ ആൻഡ്രോമിഡ ഗാലക്സിയുടെ വലിപ്പം അറിയുമോ? അങ്ങോട്ടുള്ള വഴി ദൂരം അറിയുമോ? ഞാൻ പറയുന്നത്, ഈ പറയപ്പെട്ട പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള 95% വസ്തുക്കളും മനുഷ്യരജ്ഞാതമാണെന്ന് പ്രൂഫ്ഡായ സയൻസ് ആണ് പറയുന്നത്. എന്തിനാത് പറഞ്ഞത്? മലക്കുകളുണ്ട് എന്ന് പറയുമ്പോ എന്നാൽ കാണിക്കുക എന്ന് പറയുന്നവരോട് തിരിച്ചു ചോദിക്കാനുള്ളതാണ്. സയൻസ് പറയുന്നത്
ഉണ്ട് എന്നുറപ്പാണ്, പക്ഷേ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. 95% പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളും രണ്ട് മെറ്റീരിയൽസ്, ഒന്ന് ഡാർക്ക് മാറ്റർ, മറ്റൊന്ന് ഡാർക്ക് എനർജിയും. ഇത് രണ്ടും 95%. ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നത്, സംവിധാനങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നത് വെറും 5% മാത്രമേ ഉള്ളൂ. സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. പഴയ കാലമൊന്നുമല്ല. പണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പുറത്തുടങ്ങ് പോവാം. ഇന്നിപ്പോ പറഞ്ഞു തീരുമ്പോഴേക്ക് മെസ്സേജ് വരും അല്ലേ? അപ്പൊ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്ന കാലമാണ്. ഓ ചെറുപ്പക്കാരാ, ബ്ലാക്ക് മാറ്റർ ആൻഡ് ബ്ലാക്ക് എനർജി, ഒബ്സർവബിൾ യൂണിവേഴ്സ്, ഇതൊക്കെ നോക്ക് നിങ്ങൾ. വെറുതെ ഇങ്ങനെ റീൽസ് കണ്ട് വിരലുരച്ച് നാളെ അള്ളാഹുവിന്റെ പരലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ, നിന്റെ ജീവിതം മനോഹരമാക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ, രാജാവിനെ പോലെ ഖബറിൽ കിടക്കാൻ, പരലോകത്തിൽ ഇസ്സത്തോടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയി വളരെ ആദരവോടെ ആ കരങ്ങൾ പിടിച്ചൊന്ന് ചുംബിക്കാൻ. ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, ഖദീജത്തുൽ കുബ്രാനെ കാണാൻ, ഫാത്തിമത്തു സുഹ്റാനെ സഹറബത്തുൽ കാണാൻ, ആസിയ ബീവിയെ കാണാൻ പറ്റിയ കണ്ണെവിടെയാ ഉമ്മമാരെ? അതിന് പറ്റിയ വീട് എവിടെയാ ഉമ്മമാരെ? അതിന് പറ്റിയ ക്യാമ്പസ് എവിടെയാ പെങ്ങളെ? അതിന് പറ്റിയ സ്കൂൾ എവിടെയാ പ്രിയപ്പെട്ട അനുജത്തിമാരെ? അതിന് പറ്റിയൊരു ജീവിതം ഏത് വീട്ടിന്റെ അകത്തളത്തിലാ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്? അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാ പടച്ചോൻ ചോദിച്ചത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, ഇത് വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ ചിന്തിക്കുന്നത്? അതാണ് ചോദ്യമാണ്. ഭയങ്കര നിങ്ങൾ ചിന്തിച്ച മനസ്സുകൊണ്ട് നിങ്ങളെ വെറുതെയാണ് സൃഷ്ടിച്ചതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഖുർആൻ ഒരു പോയിന്റ് കൂടെ അല്ലാഹു പറയുന്നു, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഔലിയാക്കന്മാരുടെ റൂട്ട്, അവരുടെ ആ ഒരു ലൈനൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്ന സദസ്സിൽ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു, ആരിഫായ ഉറച്ചല്ലേ സയ്യിദുനാ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിൽ വെളിച്ചം നൽകുമാറാകട്ടെ. ഒരു 3 ദിവസമെങ്കിലും ഈ വിഷയം പറഞ്ഞെങ്കിൽ നമുക്ക് എവിടെങ്കിലും എത്തിക്കാൻ പറ്റും. ഔലിയാക്കന്മാരുടെ റൂട്ടിനെ സംബന്ധിച്ച് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറ. അല്ലാഹു ഇനിയും കണ്ടുകൂട്ടാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ റെഡ്യൂസ് ചെയ്തിട്ടാണ് പറയാ. റെഡ്യൂസ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം, ഞാൻ എന്തിനാ അത് പറഞ്ഞത്? വിഷയം വിട്ടുപോരുത്. ഒരു വലിയനെ ഒരാൾ കണ്ടാൽ ആ കണ്ണുകൾക്ക് പവർ ഉണ്ടാകും, നല്ല പവർ ഉണ്ടാവും. ബക്കറ്റിൽ എന്തെങ്കിലും ഇട്ടാൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. എന്നെ നിങ്ങൾ പരിഗണിക്കണം ഇൻഷാ അല്ലാഹ്. നല്ല സദഖകൾ ഇടണം, നല്ലൊരു സദസ്സ്, നല്ല റാഹത്തുള്ളൊരു മുബാറക്. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ ജമാഅത്ത് അംഗങ്ങൾ, നമ്മുടെ സംഘടനാ ഭാരവാഹികൾ. അല്ലാഹു തആല ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും നല്ല നിയ്യത്തിൽ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ ലത്തീഫ് പറഞ്ഞ്, ഇരിക്കട്ടെ ഉസ്താദെ, ബർക്കത്തായിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് എന്റെ ഹദിയ കൊടുത്തു. അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ.